അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ചകളും ഇൽമിയായ സംവാദനവുമെല്ലാം നമ്മിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാനിൻ്റെ ശാഖകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാൻ എന്ന് പറയുന്നത് 70 ശാഖകളിൽ ആയിട്ട് 70-ൽ ചില്ലാനം ശാഖകളായിട്ടാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ 70-ൽ ചില്ലാനം ശാഖകളിൽ ഈമാനിൻ്റെ പരിധിയിൽ പെടുന്നതാണ് വിശ്വാസപരമായ ഇഅ്തിഖാദിയായ കാര്യങ്ങളും അതുപോലെ അമലിയായ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും. ആ അമലിയായ ഇബാദത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ. ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ രാജസന്നിധിയിൽ അവിടെ വെച്ചാൽ ഹിസാബ് നേരിടുന്ന സമയത്ത് അള്ളാഹു ആദ്യമായിട്ട് ഒരു അടിമയെ വിചാരണ നടത്തുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. ഞാൻ നിനക്ക് ഇത്ര ആയുസ് ഭൂമിയിൽ തന്നിട്ടുണ്ട്. ആ ആയുസ് മുഴുവനും പ്രായപൂർത്തിയായ ആ നിമിഷം മുതൽ ഇതുവരെ മരണം വരെയുള്ള നിസ്കാരത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും ഓരോ ഘട്ടങ്ങളും പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ മഹത്വം, ആ നിസ്കാരം നിലനിർത്തണമെങ്കിൽ, നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണമെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പേര് തന്നെ അറിയിക്കുന്നത് അസ്വല എന്ന പദം സ്വിലത്ത് എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. സ്വിലത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ചേർക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അടിമ നിസ്കാരത്തിലൂടെ അവൻ്റെ യജമാനനിലേക്ക് ചേർക്കപ്പെടുകയാണ്. പ്രപഞ്ച പരിപാലകനായ റബ്ബിലേക്ക് ഒരു അടിമയെ ചേർക്കപ്പെടുന്നു എന്ന വിസ്മയകരമായ ഒരു സംഭവ വികാസമാണ് നിസ്കാരത്തിലൂടെ നടക്കുന്നത്. പക്ഷെ ആ നിസ്കാരത്തിൻ്റെ ലക്ഷ്യമാകുന്ന ആ ഒരു ആത്മനിർവൃതി നമുക്ക് നിസ്കാരം കൊണ്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ഒരു അടിമയെ ചേർക്കുക എന്ന ഒരു കാര്യത്തിൽ നിന്നാണ് സ്വിലത്ത് എന്ന പദത്തിൽ നിന്ന് സ്വലാത്ത് എന്ന പദം നിസ്കാരത്തിന് വേണ്ടി വെച്ചത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, നിങ്ങൾ നിസ്കരിക്കൂ എന്നല്ല, മറിച്ച് നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്നാണ്. അഖീമിസ്വലാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തൂ എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, നമുക്കൊക്കെ പൊതുവായി ഒരു ധാരണയുണ്ട്, ഒരു നിസ്കാരം അത് ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതി, അടുത്ത ബാങ്കിനുള്ളിലായിട്ട് നിർവഹിച്ചാൽ മതി എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു കൃത്യമായ ടൈം നമുക്ക്, അതിൻ്റെ ആദ്യ സമയം നമുക്ക് നിശ്ചയിച്ച് തന്നാൽ, പല സംവിധാനങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്നാൽ, അതിന് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന അദബ് എന്ന് പറയുന്നത് അതിൻ്റെ അവ്വല് വക്കത്തിൽ തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലിയും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് അള്ളാഹു ആ ഇബാദത്ത് മൈൻഡ് ചെയ്യുകയില്ല. ആഖിറത്തിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഓരോ ആഴ്ചയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത്തരം നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത് പിന്നെ ആവാം, അത് ലാസ്റ്റ് ആവാം എന്നൊക്കെ വെച്ചിങ്ങനെ പിന്തിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അതിന് യാതൊരു പരിഗണനയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു നിസ്കാരത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വളരെ ഗൗരവപൂർവ്വം ഉണർത്തിയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ നിസ്കാരവും പാപങ്ങളും ഒന്നിച്ചു പോവില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണ്, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നിസ്കരിക്കുന്നുമുണ്ട്, കൂടെ നിസ്കാരവുമുണ്ട്, പാപവുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു,
ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം പാപങ്ങളെ, വൃത്തികെട്ട കാര്യങ്ങളെ തടയുമെന്ന്. പക്ഷേ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, വീണ്ടും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ശരിയാവുന്നുണ്ടോ, ആ രീതിയിലാണ് നമ്മുടെ നിസ്കാരം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശരിയാവുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ആ നാട്ടിലെ വലിയ ഒരു ഷെയ്ഖിൻ്റെ അടുക്കലേക്ക്, വലിയൊരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. വലിയ മലമുകളിൽ വസിക്കുന്ന ഷെയ്ഖിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു. ഷെയ്ഖ് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഞാൻ അള്ളാഹുവിനെ അറിയാനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ഷെയ്ഖ് തിരിച്ചു ചോദിക്കുകയാണ്, താങ്കൾ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാറുണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത്, എൻ്റെ ജീവിതം മുഴുവനും പാപങ്ങളാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്ത, പാപക്കറകൾ കഴുകാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത ചോദ്യം, താങ്കൾ നിസ്കരിക്കാറുണ്ടോ എന്നാണ്. നിസ്കരിക്കാറുണ്ട് എന്ന മറുപടിയാണ് ആ മനുഷ്യൻ കൊടുത്തത്. മൂന്നാമതായി ഷെയ്ഖ് ചോദിച്ചത്, എത്ര വയസ്സ് മുതലാണ് താങ്കൾ നിസ്കാരം ആരംഭിച്ചത്? 10 വയസ്സ് മുതലാണ്. ഇപ്പോൾ എത്ര പ്രായമായി? ഇപ്പോൾ 22 വയസ്സായി. അപ്പോൾ ഷെയ്ഖ് പറയുകയാണ്, താങ്കൾ തെറ്റുകൾ ചെയ്യാറുണ്ട്, പക്ഷേ 10-ാം വയസ്സ് മുതൽ താങ്കൾ നിസ്കരിക്കുന്നു, ഇപ്പോൾ 22 വയസ്സിലെത്തി നിൽക്കുന്നു. എങ്കിൽ താങ്കൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്, അള്ളാഹുവിനെ അറിയാനാണ് താങ്കൾ എൻ്റെ അടുക്കൽ വന്നിട്ടുള്ളത് എങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ഈ 12 വർഷത്തെ നിസ്കാരം ഖലാ വീട്ടിയിട്ട് എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് ആ ഷെയ്ഖ് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടെ ഞെട്ടിത്തെരിച്ച് നിന്നുപോയി ഒരു നിമിഷം. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, താങ്കൾ പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ നിസ്കാരവും പാപവും ഒരുമിച്ച് കൂടില്ല എന്ന് ഖുർആൻ. പക്ഷെ നമ്മുടെ ജീവിതം ആ രീതിയിലാണ് താനും. അതുകൊണ്ട് ഈ ആയത്തിനെ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവൻ്റെ അനുശാസനങ്ങൾക്കനുസരിച്ചാവട്ടെ. അതിന് ഈ വാക്കുകൾ ഉപകരിക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ വലിയൊരു ഇബാദത്താണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.